തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ ചൊല്ലിയും ചില ആരോപണങ്ങൾ ഉയരുന്നു. കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ കോർപ്പറേഷനുകളിലെ പട്ടികയിലാണ് ഇപ്പോൾ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലും CPIM വോട്ട് ക്രമക്കേട് നടത്തിയെന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ടായി. തൃശൂരിന് പിന്നാലെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും വ്യാപക ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. ഇല്ലാത്ത വീടിന്റെ നമ്പറിൽ 83 വോട്ടർമാരാണ് കോർപ്പറേഷൻ പരിധിയിലെ 68-ാം ഡിവിഷനിലെ പട്ടികയിലുള്ളത്. 22/2553 എന്ന നമ്പറിൽ ഇതര സംസ്ഥാനക്കാർ വരെ താമസിക്കുന്നുവെന്നാണ് പട്ടികയിലുള്ളത്. എന്നാൽ പ്രദേശത്ത് ഈ നമ്പറിൽ ഒരു കെട്ടിടമോ താമസക്കാരോ ഇല്ല. ശരിക്കുള്ള അഡ്രസ്സ് ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ നമ്പർ ഇല്ല. ഇവിടെ പല വീടുകളിൽ അന്വേഷിച്ച് 22/2553 നമ്പർ വീട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ 83 വോട്ടർമാരുണ്ട്. ആ ഹൗസ് നമ്പറിൻ്റെ ഒറ്റ ഹൗസ് നമ്പറിൽ 83 വോട്ടർമാരുണ്ട് അതിനകത്ത്. കോർപ്പറേഷൻ പരിധിയിൽ മുണ്ടംവേലി ഭാഗത്ത് മാത്രം 200ഓളം വ്യാജ വോട്ടുകൾ കണ്ടെത്തി. വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകൾ രേഖപ്പെടുത്തി. സ്ഥിരതാമസക്കാരല്ലാത്ത തൊഴിലാളികളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. അതിൽ 32 വോട്ട്. അടുത്തൊരു വീട് ഞാൻ അന്വേഷിച്ചു വന്നു, 22/53. അവിടെ ചെന്നപ്പോൾ അത്തരം വീട്ടു നമ്പർ അവിടെ ഇല്ല. അതിൻ്റെ 52 ഉണ്ട്, 54 ഉണ്ട്, 53 മിസ്സിംഗ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 10,000 ഇരട്ട വോട്ടുകളാണ് ഇവിടെ കണ്ടെത്തിയത്. മാറാട് ഡിവിഷനിൽ ഒരു വീട്ടിൽ 327 വോട്ടർമാർ വരെ ലിസ്റ്റിലുണ്ട്. പുത്തൂർ ഡിവിഷനിൽ 4/400 എന്ന വീട് നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. 3/418 എന്ന വീട്ടു നമ്പറിൽ 196 വോട്ടർമാരുണ്ട്. ഇതിൽ 11 കൊമ്മൂര് ഡിവിഷനിലും മൊകവൂർ ഡിവിഷനിലും 43 കുണ്ടപ്പറമ്പ് ഡിവിഷനിലുമാണ്. ഡിവിഷൻ പലതിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.